ഇന്ന് ഡിസംബർ 28 നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ട സിനിമകളുടെ ഉൾപ്പെടെ 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് പ്രഭുദേവ നായകനായി എത്തിയ എന്റർടൈനർ തമിഴ് സിനിമ ജോളിയോ ജിംഖാന എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം തമിഴ് OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം നാളെ അർദ്ധരാത്രി 12 മണിയോടെ ഡിസംബർ 30 സിനിമ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് ഒരു ഹിന്ദി സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഗുണ എന്നാണ് സീരീസിന്റെ പേര്. സീരീസിന്റെ രണ്ടാമത്തെ സീസൺ വരുന്ന ആഴ്ച ജനുവരി 3 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ വർഷം നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ധ്യാൻ അഭിനയിച്ച സിനിമകളിലൊന്നാണ് ഓഷാന. സിനിമയുടെ OTT കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സിൽ നിന്ന് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രം ഈ പുതുവർഷത്തിൽ ജനുവരി മാസം OTT റിലീസ് ചെയ്യുന്നതാണ്. സിംപിളി സൗത്തിൽ കൂടി മനോരമ മാക്സിനെ കൂടാതെ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ OTT റിലീസ് ചെയ്ത ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന സ്ക്വിഡ് ഗെയിമിന്റെ രണ്ടാമത്തെ സീസൺ നെറ്റ്ഫ്ലിക്സിൽ തരംഗമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ സീരീസിന്റെ മൂന്നാമത്തെ സീസൺ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ സീസൺ അടുത്ത വർഷം 2025 OTT റിലീസ് ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണ് വിടുതലൈ പാർട്ട് 2. സിനിമയുടെ OTT അവകാശങ്ങൾ ആദ്യ ഭാഗം സ്വന്തമാക്കിയ C5 തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വെട്രിമാരൻ സിനിമ അടുത്ത മാസം ജനുവരി അവസാനത്തോടെ C5ലൂടെ OTT റിലീസ് ചെയ്യും. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ തമിഴ് സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. മോളിവുഡിന്റെ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണല്ലോ എക്സ്ട്രാ ഡീസന്റ് AD. സുരാജ് വെഞ്ഞാറമൂട് നായകനെത്തിയ സിനിമ പക്ഷേ തിയേറ്ററുകളിലെ വിജയത്തിലേക്കല്ലോ മുന്നേറുന്നത്. സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. ചിത്രം ജനുവരി മാസം OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർക്ക് അറിയേണ്ട മാർക്കോ അപ്ഡേറ്റ് ആണ്. ഈ വർഷത്തിലെ അവസാനത്തെ വലിയ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ ഹനീഫദ്ദീനെ സംവിധാനം ചെയ്ത മാർക്കോ. സിനിമയുടെ OTT അവകാശങ്ങൾ നിലവിൽ പൂർണ്ണമായിട്ടും ആരും സ്വന്തമാക്കിയിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് പോലൊരു OTT പ്ലാറ്റ്ഫോമിന് അനുയോജ്യമായ സിനിമയാണ് മാർക്കോ എന്നാണ് കൂടുതൽ പ്രേക്ഷകരുടെ വിലയിരുത്തൽ. ഹോട്ട്സ്റ്റാർ അതല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ OTT റിലീസ് ഉടനെ ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. മാർക്കോയുടെ OTT റിലീസ് ഫെബ്രുവരി മാസത്തോടെ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ കാത്തിരിക്കാം മാർക്കോ OTT റിലീസിനായിട്ട്.